ഹായ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചിക്കൻ പൊട്ടാറ്റോവുമായിട്ടാണ് വന്നിട്ടുള്ളത്. CP സുരേഷ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ ആ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായി 1/2 കിലോ ചിക്കൻ ചെറിയ പീസുകളാക്കി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1 നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഒറ്റിച്ച് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൈകൊണ്ട് തന്നെ പുരട്ടി വെച്ച് കൊടുക്കാം. മസാലകളൊക്കെ നല്ലതുപോലെ പുരട്ടി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടിയിട്ട് മാറ്റി വെക്കാം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്കൊരു ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഓരോ ചിക്കൻ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഞാൻ ഫുള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ഫുള്ളിൽ വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം സൈസിൽ ഫ്ലെയിം വെക്കാം. ഈ ചിക്കൻ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് നല്ലതുപോലെ വെന്ത് വരണം. ഫ്രൈ ആയ ചിക്കൻ പീസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരി മാറ്റാം. കൊണ്ടാട്ടത്തിന് വേണ്ട മസാല ഉണ്ടാക്കാനായി ഒരു കടായി സ്റ്റൗ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 20 കൊച്ചുള്ളി മുറിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം കൊണ്ടാട്ടത്തിന് വേണ്ട ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വരണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ കൊണ്ടാട്ടത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചില്ലി ഫ്ലേക്സിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത്. ചെറിയ ഉള്ളിയും ഈ ചില്ലി ഫ്ലേക്സും ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്.
ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചതച്ച മുളകാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു 4 കായ്മുളക് ഇട്ട് കൊടുത്തിരുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസാണ് ഒഴിക്കേണ്ടത്, അതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് മധുരിക്കുന്ന ഒരു ഇതാണല്ലോ, അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ചിക്കനിൽ നല്ലോണം ഫ്രൈ ആയി പിടിച്ച് വരുവാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം മൂടിയിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയാണ്. കുറച്ച് മല്ലിയില കൂടെ തൂവിക്കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. എന്നാൽ നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റിയായ ഈ ചിക്കൻ കൊണ്ടാട്ടം ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ, കമൻറ്റ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.